ഭാരതവർഷത്തിലെ ഏറ്റവും പ്രശസ്തമായ ദൈവസങ്കല്പമാണല്ലോ ഭഗവാൻ കൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ്റെ രൂപത്തിലുള്ള ഭഗവാന്റെ ലീലാവിലാസങ്ങളും യമുനാ തീരത്തെ അത്ഭുത പ്രവൃത്തികളും വർണ്ണിച്ചാലും മതിയാവില്ല. കോടാനുകോടി ജനങ്ങളിലൂടെ കർണാകർണികയ ആ കഥകൾ പ്രചരിച്ചു. മാതാപിതാക്കളുടെ മനസ്സിലെ മുക്തസങ്കല്പവും തരുണീമണികളുടെ മനസ്സിലെ കൃഷ്ണമണിയുമായിരുന്നു സാക്ഷാൽ കാർമുകിൽ വർണ്ണൻ. ബാലനായ ഉണ്ണികൃഷ്ണൻ കൗമാരത്തിലെത്തിയതോടെ വൃന്ദാവനത്തിലെ ഗോപികമാരുടെ മാനസചോരനായി. കൃഷ്ണനും ഗോപികമാരും വൃന്ദാവനത്തിലെ തരുലതാദികളും വേണുഗാനവും പള്ളിക്കുടിലുകളും എല്ലാം ചേർന്ന് ലോകം ഇന്നോളം ദർശിച്ചിട്ടില്ലാത്ത ഒരു പ്രണയ സങ്കല്പമൊരുങ്ങി. 12-ാം നൂറ്റാണ്ടിൽ ഒറീസയിൽ ജീവിച്ചിരുന്ന ജയദേവ ഗോസ്വാമി എന്ന വിശ്രുത കവി ഈ പ്രണയകഥകളെ 12 പ്രബന്ധങ്ങളുള്ള ഒരു ലോകോത്തര പ്രണയകാവ്യമായി എഴുതി. അതത്രേ വിഖ്യാതമായ ഗീതാഗോവിന്ദം. ഭക്തിയുടെയും സംഗീതത്തിൻ്റെയും രാഗങ്ങളുടെയും ശൃംഗാരഭാവത്തിലുള്ള സമഞ്ജ സമ്മേളനമായിരുന്നു ഗീതാഗോവിന്ദം. 12 പ്രബന്ധങ്ങളിൽ ഓരോന്നിലും 8 വരികൾ ചേർത്തുള്ള അഥവാ 8 ഭാവങ്ങൾ ചേർത്തുള്ള ശ്ലോകങ്ങൾ എഴുതുകയാൽ അവയെ അഷ്ടപദികൾ എന്ന് വിളിച്ചു വന്നു. അഷ്ടപദികൾ കൃഷ്ണന്റെ അഷ്ടനായികമാരെ പ്രതിനിധീകരിക്കുന്നു എന്നും അഷ്ടഭാവങ്ങളെ പ്രകീർത്തിക്കുന്നു എന്നും പറയപ്പെടുന്നു. ഒറീസയിലെ പുരി നഗരത്തിലുള്ള ജഗന്നാഥ ക്ഷേത്രത്തിൽ അന്നു തൊട്ടിന്നോളം ഗീതാഗോവിന്ദം ആലപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പ്രണയത്തിൻ്റെ അഷ്ടപദികൾ കൊട്ടിപ്പാടി സേവകളായും സോപാന സംഗീതമായും കൃഷ്ണനാട്ടമായും കഥകളി പദങ്ങളായും ഇന്നും ഭാരതവർഷത്തിലെ വിഷ്ണു കൃഷ്ണ ക്ഷേത്രങ്ങളിൽ എമ്പാടും ആലപിക്കപ്പെടുന്നു. മുഗ്ധസങ്കല്പങ്ങളെ തൊട്ടും തലോടിയും മുഗ്ധമോഹങ്ങളെ താരാട്ടുപാടിയും യമുനയിലെ കല്ലോലമാലിനി പോലെ സ്വച്ഛന്തം വിഹരിക്കുന്ന രാധാകൃഷ്ണ സങ്കല്പത്തെ ലോകോത്തരമാക്കിയത് ജയദേവന്റെ ഗീതങ്ങളത്രേ. ഒഡീസി എന്ന നൃത്തരൂപത്തിൻ്റെ പശ്ചാത്തല സംഗീതവും ഗീതാഗോവിന്ദത്തിൽ ആമഗ്നമായിരിക്കുന്നു. ജയദേവ കവിയുടെ ഈരടികൾ പാടാത്ത ഗായകരില്ല. രാധാകൃഷ്ണ സങ്കല്പത്തിലെ നൃത്തച്ചുവടുകൾ പകർന്നാടാത്ത നർത്തകരില്ല. എന്തിനേറെ ഭാരതീയ നൃത്തരൂപങ്ങളിൽ ഭജനുകളിലും കർണാടക സംഗീതത്തിലും വിപ്ലവാത്മകമായ സർഗാത്മകതയാണ് ജയദേവ കവിയുടെ ഗീതികൾ നൽകിയത്. പ്രളയപയോധിയിൽ തുടങ്ങുന്ന ഗീതാഗോവിന്ദം മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെ കൃഷ്ണാവതാരങ്ങളായി പ്രകീർത്തിക്കുന്നു. ഇതിൽ 8ാമത്തെ അവതാരമായി ബലരാമനെയാണ് പ്രകീർത്തിക്കുന്നത്. ജയദേവ കഥകളിൽ കൃഷ്ണൻ ഒരു അവതാര പുരുഷനല്ല, മറിച്ച് ദശാവതാരങ്ങൾ കൃഷ്ണന്റെ അവതാരങ്ങളായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഗീതാഗോവിന്ദത്തിലെ സ്ഥായീഭാവം പ്രണയമത്രേ. അകലെ നിന്നെത്തുന്ന വേണുഗാനത്തിൽ സർവം മറന്ന് കൃഷ്ണസവിധത്തിലേക്ക് പായുന്ന ഗോപീജനങ്ങളും കൃഷ്ണന്റെ മനോമുകുരത്തിൽ അവനിൽ ഏറ്റവും മനോജ്ഞഭാവമായി വിടർന്ന രാധയും ആ രാധയുടെ വിരഹവും ദുഃഖവും പ്രണയവും പരിഭവവും ചന്ദന ചർച്ചിതങ്ങളായി അഷ്ടപദികളിൽ നിറയുന്നു. ഒരുപക്ഷെ ലോകത്തെമ്പാടു നിന്ന് നോക്കിയാലും ഘനശ്യാമരൂപനായ കൃഷ്ണനെപ്പോലെ മനുഷ്യ മനസ്സിനെ ഇത്രത്തോളം ആനന്ദത്തിൽ ആറാടിച്ച മറ്റൊരു ദൈവസങ്കല്പമില്ല തന്നെ. മറ്റുള്ള ദൈവസങ്കല്പങ്ങളിലെല്ലാം ഭക്തിയും ആരാധനയും നമുക്ക് ദർശിക്കാനാകും. എന്നാൽ കൃഷ്ണനാവട്ടെ ഏവരുടെയും മനസ്സിൽ കളിക്കുന്ന ഉണ്ണിയായി, ബാലരുടെ കളിത്തോഴനായി, കാമുകിമാരുടെ മുക്തകാമുകനായി എന്നുവേണ്ട ആത്മാവിലലിഞ്ഞ സുഹൃത് രൂപമായ ഒരു ദൈവസങ്കല്പം. ജീവിതത്തിൻ്റെ സന്ദിഗ്ധ ഘട്ടങ്ങളിൽ എൻ്റെ കൃഷ്ണ എന്ന് നെഞ്ചുരുകി വിളിക്കുമ്പോൾ കുറൂരമ്മയുടെ ഉണ്ണിക്കണ്ണനെ പോലെ ഓടിവരാൻ നമുക്കുമുണ്ട് ഒരു കൃഷ്ണസങ്കല്പം എന്ന അചഞ്ചലമായ വിശ്വാസം. കൃഷ്ണൻ്റെയും ഗോപികമാരുടെയും രാസലീല കഥകൾക്കായി നമുക്ക് കാതോർത്തിരിക്കാം.